സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ. ഒരു സർക്കിളിലെ ഏതെങ്കിലും 4 പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. സൈക്ലിക് ക്വാഡ്രിലാറ്ററിലെ ആംഗിൾസിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഈ ഫിഗറിൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ABCD വരച്ചിട്ടുണ്ട്. ഇതിലെ AC നമുക്ക് ജോയിൻ ചെയ്യാം. AC ഈ സർക്കിളിൻ്റെ ഒരു കോഡാണ്. കൂടാതെ AC ഈ സർക്കിളിനെ 2 അൺഈക്വൽ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വലിയ പാർട്ടിനെ ലാർജർ പാർട്ടെന്നും ചെറിയ പാർട്ടിനെ സ്മോളർ പാർട്ടെന്നും പറയാം. ആംഗിൾ D എന്ന് പറയുന്നത് AC സ്മോളർ പാർട്ടിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ്. ആംഗിൾ B എന്ന് പറയുന്നത് AC ലാർജർ പാർട്ടിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ്. AC സെൻറ്ററിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ C എന്ന് എടുക്കുകയാണെങ്കിൽ ആംഗിൾ D = 180 - half C എന്ന് എഴുതാം. അതേപോലെ ആംഗിൾ B = half C എന്ന് എഴുതാം. സോ ആംഗിൾ B + ആംഗിൾ D = half C + 180 - half C, ദാറ്റ് ഈസ് 180 ഡിഗ്രി. രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ആ ആംഗിൾസിനെ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയാം. സോ ഹിയർ ആംഗിൾ B ആൻഡ് D ആർ സപ്ലിമെൻ്ററി ആംഗിൾസ്. അതായത് ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ABCDയിലെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. ഇനി നമുക്ക് വേറെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട്, ആംഗിൾ Aയും ആംഗിൾ Cയും. ഈ ആംഗിൾസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് BD ജോയിൻ ചെയ്യാം. BD ഈ സർക്കിളിൻ്റെ ഒരു കോഡാണ്. ആംഗിൾ C എന്ന് പറയുന്നത് BD സ്മോളർ പാർട്ടിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ്. ആംഗിൾ A എന്ന് പറയുന്നത് BD ലാർജ് പാർട്ടിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ്. BD സെൻറ്ററിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളിനെ C എന്നെടുക്കുകയാണെങ്കിൽ ആംഗിൾ C = 180 - half C എന്നെടുക്കാം. ആംഗിൾ A = half C എന്നെടുക്കാം. സോ ആംഗിൾ A + ആംഗിൾ C = half C + 180 - half C, ദാറ്റ് ഈസ് 180 ഡിഗ്രി. ആംഗിൾ എയുടെയും ആംഗിൾ സിയുടെയും സമ്മ് 180 ഡിഗ്രി ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസിനെയും സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയാം. സോ വി ക്യാൻ സേ if all 4 vertices of a quadrilateral are on a circle, then its opposite angles are supplementary. 4 വെർട്ടിസസും സർക്കിളിലെ പോയിൻറ്റ്സ് ആയ ക്വാഡ്രിലാറ്ററലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 3 വെർട്ടിസസ് സർക്കിളിലും ഒരു വെർട്ടെക്സ് സർക്കിളിന് പുറത്തുമുള്ള ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ക്വാഡ്രിലാറ്ററൽ വിത്ത് 3 വെർട്ടിസസ് ഓൺ ദി സർക്കിൾ ആൻഡ് 1 വെർട്ടെക്സ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഫിഗറിൽ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ക്വാഡ്രിലാറ്ററൽ ABCD കൊടുത്തിട്ടുണ്ട്. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ 3 വെർട്ടിസസ് ആയ ABC സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. മറ്റൊരു വെർട്ടെക്സ് D സർക്കിളിന് പുറത്തുള്ള പോയിൻ്റാണ്. CD സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിൻറ്റിനെ E എന്നെടുക്കാം. എന്നിട്ട് Aയിൽ നിന്നും E ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ABCE കിട്ടി. അതായത് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ വെർട്ടിക്സസ് ആയ ABCE സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെൻ്ററി. സോ നമുക്ക് ആംഗിൾ B + ആംഗിൾ AEC = 180 ഡിഗ്രി എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ട്രയാങ്കിൾ AED ഒന്ന് നോക്കാം. ഇവിടെ ആംഗിൾ AEC = ആംഗിൾ EAD + ആംഗിൾ D എന്ന് എഴുതാം. കാരണം ഇൻ എ ട്രയാങ്കിൾ ഔട്ടർ ആംഗിൾ അറ്റ് 1 വെർട്ടെക്സ് ഈസ് സം ഓഫ് ഇന്നർ ആംഗിൾ അറ്റ് അതർ 2 വെർട്ടിസസ്. അതായത് ട്രയാങ്കിൾ AEDയിലെ E എന്ന വെർട്ടെക്സിലെ ഔട്ടർ ആംഗിളാണ് ആംഗിൾ AEC. സോ ആംഗിൾ AEC എന്ന് പറയുന്നത് മറ്റ് രണ്ട് വെർട്ടിസസിലെ ഇന്നർ ആംഗിൾസായ ആംഗിൾ Dയുടെയും ആംഗിൾ EADയുടെയും സമ്മായിരിക്കും. ആംഗിൾ AECയുടെ വാല്യൂ നമ്മുടെ ഇക്വേഷൻ 1ൽ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ആംഗിൾ B + ആംഗിൾ EAD + ആംഗിൾ D = 180 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ B + ആംഗിൾ D = 180 - ആംഗിൾ EAD. That is angle B + angle D is less than 180 degree. Angle B and angle D are opposite angles of quadrilateral ABCD. So we can say if 3 vertices of a quadrilateral is on a circle and 1 vertex is outside the circle, then the sum of angle at this vertex and its opposite vertex is less than 180 degree. ഇനി നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 3 വെർട്ടിസസ് സർക്കിളിലും ഒരു വെർട്ടെക്സ് സർക്കിളിൻ്റെ അകത്തുമാണെങ്കിൽ ആ
ക്വാഡ്രിലാറ്ററിൻ്റെ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. Quadrilateral with 3 vertices on the circle and 1 vertex inside the circle. ഫിഗറിൽ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി വരച്ചിട്ടുണ്ട്. ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെ 3 വെർട്ടിസസ് എ ബി സി സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. മറ്റൊരു വെർട്ടെക്സ് ഡി സർക്കിളിന് ഉള്ളിലെ പോയിൻ്റാണ്. സി ഡി എക്സ്റ്റെൻഡ് ചെയ്ത് സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് ഇ എന്ന് കൊടുക്കുക. എയും ഇയും ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഇ കിട്ടും. കാരണം ക്വാഡ്രിലാറ്ററൽ എ ബി സി ഇയുടെ എല്ലാ വെർട്ടിസസും അതായത് എ ബി സി ഇ സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെൻ്ററി. സോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ട്രയാങ്കിൾ എ ഡി ഇ നോക്കാം. ഇവിടെ ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ പ്ലസ് ആംഗിൾ ഇ എ ഡി എന്ന് എഴുതാം. കാരണം ഇൻ എ ട്രയാങ്കിൾ ഔട്ടർ ആംഗിൾ അറ്റ് 1 വെർട്ടെക്സ് ഈസ് സം ഓഫ് ഇന്നർ ആംഗിൾസ് അറ്റ് അതർ 2 വെർട്ടിസസ്. സോ ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി മൈനസ് ആംഗിൾ ഇ എ ഡി എന്ന് എഴുതാം. ഇനി നമുക്ക് ആംഗിൾ ഇയുടെ വാല്യൂ ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ ഡി സി മൈനസ് ആംഗിൾ ഇ എ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു 180 പ്ലസ് ആംഗിൾ ഇ എ ഡി. ദാറ്റ് ഈസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ ഡി സി ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. ആംഗിൾ ബി ആൻഡ് ആംഗിൾ എ ഡി സി ആർ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. So we can say if 3 vertices of a quadrilateral is on a circle and 1 vertex is inside the circle, then the sum of angle at this vertex and its opposite vertex is more than 180 degree. Is rectangle a cyclic quadrilateral? Rectangle ഒരു cyclic quadrilateral ആണോ എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു rectangle എ ബി സി ഡി വരയ്ക്കാം. നമുക്കറിയാം ഒരു റെക്റ്റാങ്കിളിലെ എല്ലാ കോർണേഴ്സിലെയും ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു if all 4 vertices of a quadrilateral are on a circle then its opposite angles are supplementary. ഇനി നമുക്ക് ഈ കൺസെപ്റ്റ് ഒന്ന് തിരിച്ചു വായിക്കാം. അതായത് if opposite angles of a quadrilateral is supplementary then its vertices will be on a circle. റെക്റ്റാങ്കിൾ എ ബി സി ഡിയിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി ദാറ്റ് ഈസ് 180 ഡിഗ്രി. സോ ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി ആർ സപ്ലിമെൻ്ററി. അതേപോലെ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി ദാറ്റ് ഈസ് ഓൾസോ 180 ഡിഗ്രി. സോ ആംഗിൾ എ ആൻഡ് ആംഗിൾ സി ആർ സപ്ലിമെൻ്ററി ആംഗിൾസ്. That is opposite angles of rectangles are supplementary. So we can say rectangle is a cyclic quadrilateral. ഇനി നമുക്ക് ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ എന്ന് നോക്കാം. ഈസ് ഐസോസ്ലെസ് ട്രപ്പീസിയം എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? Isosceles trapezium is a quadrilateral with a pair of sides are equal and other pair of sides are parallel. അതായത് ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് വെച്ചാൽ 4 സൈഡ്സ് ഉള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. അതിൻ്റെ 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, മറ്റേ 2 സൈഡ്സ് പാരലൽ ആയിരിക്കും. ഇവിടെ ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയം എ ബി സി ഡി വരച്ചിട്ടുണ്ട്. ഇവിടെ സി ഡിയും എ ബിയും പാരലലാണ്. എ ഡി ആൻഡ് സി ബി ആർ ഈക്വൽ സൈഡ്സ്. ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇൻ ആൻ ഐസോസ്ലെസ് ട്രപ്പീസിയം ദർ ആർ 2 pairs ഓഫ് ഈക്വൽ ബേസ് ആംഗിൾസ്. ഇവിടെ പാരലൽ സൈഡ്സിനാണ് ബേസ് എന്ന് പറയുന്നത്. ബേസ് ആംഗിൾസ് എന്ന് വെച്ചാൽ ബേസിലുള്ള ആംഗിൾസ്. ഈ ഫിഗറിലെ ബേസ് എ ബിയും സി ഡിയുമാണ്. എ ബിയിലുള്ള ആംഗിൾസ് ആംഗിൾ എയും ആംഗിൾ ബിയുമാണ്. സോ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. അതേപോലെ മറ്റൊരു ബേസാണ് സി ഡി. സി ഡിയിലുള്ള ആംഗിൾസ് ആംഗിൾ സിയും ആംഗിൾ ഡിയും. സോ ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ സി. എ ബിയും സി ഡിയും പാരലലാണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. സോ ആംഗിൾ ഡി ആൻഡ് ആംഗിൾ എ ആർ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ഫോംഡ് വെൻ ലൈൻസ് എ ഡി കട്ട് പാരലൽ ലൈൻസ് എ ബി ആൻഡ് സി ഡി. നമുക്കറിയാം സം ഓഫ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം.
ആംഗിൾ എ ഇസ് ഇക്വൽ ടു ആംഗിൾ ബി ആണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. സോ നമുക്ക് ഈ ഇക്വേഷൻ 1-ൽ ആംഗിൾ എക്ക് പകരം ആംഗിൾ ബി എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഇസ് ഇക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് എ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ഐസോസ്ലെസ് ട്രപ്പീസിയം ഈസ് സപ്ലിമെൻ്ററി. അതേപോലെ ആംഗിൾ ഡി ഇസ് ഇക്വൽ ടു ആംഗിൾ സി ആണ് നമ്മൾ കണ്ടു. സോ നമുക്ക് ഇക്വേഷൻ 1-ൽ ആംഗിൾ ഡിക്ക് പകരം ആംഗിൾ സി എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് angle A plus angle C is equal to 180 degree. That is another pair of opposite angles of isosceles trapezium is supplementary. Since opposite angles of isosceles trapezium are supplementary, we can say isosceles trapezium is a cyclic quadrilateral.